പ്രപഞ്ചത്തിലെ രണ്ട് വിപരീത ശക്തികൾ ഒന്നിച്ചതുപോലെയായിരുന്നു അത്. ഈയൊരു സംഗമം തന്നെയാണ് രാവണന്റെ ഉള്ളിൽ ജീവിതകാലം മുഴുവൻ നീണ്ടുനിന്നൊരു യുദ്ധത്തിന് തുടക്കമിട്ടതും. ഇതാണ് രാവണന്റെ ഉള്ളിലെ ആ വലിയ പോരാട്ടത്തിന്റെ ഒരു ചിത്രം. ഒരു വശത്ത് അച്ഛനിൽ നിന്ന് കിട്ടിയ പാരമ്പര്യം, അതായത് ഒരു ബ്രാഹ്മണന്റെ അറിവ്, ധർമ്മബോധം, തപശക്തിയൊക്കെ. മറുവശത്തോ രാക്ഷസിയായ അമ്മയിൽ നിന്ന് കിട്ടിയ അടങ്ങാത്ത ആഗ്രഹം, അധികാരം പിടിച്ചെടുക്കാനുള്ള ത്വര, പിന്നെ ആരെയും തോൽപ്പിക്കുന്ന കായികബലം. ഒരേ സമയം ഒരു ഋഷിയും ഒരു യോദ്ധാവും ഒരാളുടെ ഉള്ളിൽ ജീവിക്കുന്ന പോലൊരവസ്ഥ. അതായിരുന്നു രാവണൻ. അപ്പോ ഈ വിപരീതങ്ങളുടെ സംഗമത്തിൽ നിന്ന് 4 ശക്തരായ കുട്ടികളാണ് ജനിക്കുന്നത്. മഹത്വത്തിലേക്കും അതേസമയം ദുരന്തത്തിലേക്കും ഒരുപോലെ വിധിക്കപ്പെട്ട 4 സഹോദരങ്ങൾ. ഓരോരുത്തർക്കും മാതാപിതാക്കളുടെ ഈ ഇരട്ട പാരമ്പര്യത്തിന്റെ ഓരോ ഭാഗം പകർന്നു കിട്ടിയിരുന്നു. ആദ്യത്തെയാൾ രാവണൻ. ആ പേരിന്റെ അർത്ഥം തന്നെ പ്രപഞ്ചത്തെ അലറി കരയിക്കുന്നവൻ എന്നാണ്. കഥയനുസരിച്ച് ജനിച്ചപ്പോൾ അവന്റെ അലർച്ച സ്വർഗ്ഗലോകത്തെ വരെ വിറപ്പിച്ചു കളഞ്ഞത്രേ. ഇനി രാവണന്റെ രൂപം: 10 തലയും 20 കൈകളും. കാണുന്ന ആർക്കും ഒരു ഭീകരനായിട്ടേ തോന്നൂ, അല്ലേ? പക്ഷേ ഈ 10 തലകൾ വെറുമൊരു കാഴ്ചയായിരുന്നില്ല. ഓരോ തലയും ഓരോ വിജ്ഞാന ശാഖയാണ് പ്രതിനിധീകരിച്ചിരുന്നത്. അതായത് 6 ശാസ്ത്രങ്ങളും 4 വേദങ്ങളും. അത്രയും വലിയൊരു പണ്ഡിതനായിരുന്നു, ഒരു മഹാപണ്ഡിതൻ തന്നെയായിരുന്നു രാവണൻ. അമ്മയ്ക്ക് 10 മക്കൾ വേണമെന്നായിരുന്നു ആഗ്രഹം. ഒരുപക്ഷെ ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമാകാം ഈ 10 തലകളുള്ള രൂപമെന്നും പറയപ്പെടുന്നുണ്ട്. ഫുൾ വീഡിയോ കാണാൻ ആശീർവാദം ചാനൽ സന്ദർശിക്കൂ.